രാമുവും രാജുവും സുഹൃത്തുക്കളാണ്. രണ്ടുപേരുടെ കയ്യിലും 10 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. രണ്ടുപേരും തങ്ങളുടെ ഭാവി സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ട് ഈ 10 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണ്. രാമു എന്ത് ചെയ്ത് തൻ്റെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് വളരെ സേഫായിട്ട് FDയിലേക്ക് അങ്ങോട്ട് ഇട്ടു. രാജു എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുള്ള പണം എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിച്ചു. കാലം കടന്നു പോവാണ്. 5 വർഷം കഴിഞ്ഞു. FDയിലിട്ട ആളുടെ പൈസ എത്രയായിട്ടുണ്ട്? 13.8 ലക്ഷം രൂപ ആയിട്ടുണ്ട്. എന്നാലും മ്യൂച്വൽ ഫണ്ടിലിട്ട ആളുടെ എത്ര ആയിട്ടുണ്ട്? 10 ലക്ഷം രൂപ വന്നിട്ട് 20 ലക്ഷമായി. 5 വർഷം കൊണ്ട് പണം ഇരട്ടിയായി അവിടെ. വീണ്ടും ഒരു 5 വർഷം കൂടി കടന്നു പോവുകയാണ്. FDയിലിട്ട ആൾക്ക് രാജുവിന് 19 ലക്ഷം രൂപയായി തൻ്റെ കയ്യിലുള്ള 10 ലക്ഷം രൂപ. എന്നാൽ ഇങ്ങേ സൈഡിൽ മ്യൂച്വൽ ഫണ്ടിലിട്ടതോ 40 ലക്ഷം രൂപ ആയിട്ടുണ്ട്. വീണ്ടും ഒരു 5 വർഷം കടന്നുപോയി, അതായത് 15ാമത്തെ വർഷം. FDയിലിട്ട ആൾക്ക് 26 ലക്ഷം രൂപയായി. മറ്റാളത് 81 ലക്ഷം രൂപയിലേക്ക് എത്തുകയാണ്. വീണ്ടും ഒരു 5 വർഷം കൂടി കടന്നുപോയി, 20ാമത്തെ വർഷം. FDയിലിട്ട എമൗണ്ട് എത്രയായിട്ടുണ്ട്? 36 ലക്ഷം രൂപയായിട്ടുണ്ട്. എന്നാലും മ്യൂച്വൽ ഫണ്ടിലാവട്ടെ അത് വളർന്ന് 1,60 ലക്ഷം രൂപയായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 10 ലക്ഷം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും 10,000 ആണെന്നുണ്ടെങ്കിലും 50,000 ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോട്ടെ 1000 രൂപയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ നിക്ഷേപിച്ച് കുറച്ച് കാലയളവ് നമ്മുടെ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.